ജാസ്മിന്റെ ഗെയിമിനോട് തുടക്കം മുതൽ തന്നെ ഒരുപാട് വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷെ എപ്പോഴൊക്കെയോ ജാസ്മിൻ ലാലേട്ടന്റെ അടുത്ത് നിന്ന് റണ്ണറപ്പായി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടല്ല, അകത്തും പുറത്തും അത്രയ്ക്ക് ഫേസ് ചെയ്താണ് ജാസ്മിൻ ഈ 100 ദിവസവും അതിജീവിച്ചത്. ജിൻഡോയെ പോലെ ഒറ്റയ്ക്കല്ലായിരുന്നുവെങ്കിലും 2ാം സ്ഥാനമൊക്കെ തീർച്ചയായും ജാസ്മിൻ അർഹിച്ചിരുന്നു. സീസൺ 6 പറ്റി പറയുമ്പോൾ ജാസ്മിൻ ജാഫർ എന്നൊരു പേരില്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ജാസ്മിൻ. അർജുനൊക്കെ എന്ത് ചെയ്തിട്ടാണ് ടോപ്പ് 2-ൽ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഇളിച്ച ചിരിയും ചിരിച്ച് സ്വന്തം ക്യാരക്ടർ ഒളിപ്പിച്ചു വെച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നിന്നതിനോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. ജാസ്മിൻ 100% ഒറിജിനലായ ഒരു വ്യക്തിയാണ്, 100% ഒറിജിനലായ ഒരു മത്സരാർത്ഥിയാണ് എന്നുള്ളത് പലതവണ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആയ ഒരു മത്സരാർത്ഥിയാണ് ഈ സീസണിൽ. അതിന്റെ പേരിൽ അത്രയ്ക്ക് ഹേറ്റ് കിട്ടിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. എന്നിട്ടും അവിടെ ജാസ്മിൻ പിടിച്ചു നിന്നു, എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് നിന്നു, തന്റെ സ്റ്റാൻഡുകളിൽ ഉറച്ചു നിന്നു. അർജുൻ ഇത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിലപാടുകൾ തുറന്നു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അർജുൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് അർജുൻ അഭിനയിക്കും. നല്ല അഭിനേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇത് എന്തുവാണ്? അക്കാഡമി അവാർഡ്സോ? ഇതൊരു ഗെയിം ഷോ ആണ്, റിയാലിറ്റി ഗെയിം ഷോ ആണ്. ഹോട്ട്സ്റ്റാറിൽ കള്ളവോട്ട് അടിച്ച് കയറ്റുന്നു എന്ന് പറഞ്ഞ് കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയതാണ്. അതും ഈ ഫിനാലെ വീക്കിൽ കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയതേ ഉള്ളൂ അർജുന്. അതിന്റെ പേരിലാണ് ടോപ്പ് 2-ൽ കയറിയിരിക്കുന്നത്. അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവിടെ എന്തെങ്കിലും കണ്ടന്റോ ചർച്ചയോ ആയിട്ടുണ്ടോ ഈ അർജുൻ എന്ന് പറഞ്ഞ മത്സരാർത്ഥി? വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ, അൺഫെയർ ആയിപ്പോയി. ബാക്കി ഗ്രാൻഡ് ഫിനാലെ കണ്ടിട്ട് പറയാമല്ലേ. എന്തായാലും ജിൻഡോ കപ്പടിച്ചിട്ടുണ്ട്, അത് ഉറപ്പായ കാര്യമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.